എന്നത്തെയും പോലെ തന്നെ ഇന്നും രാവിലെ എൻ്റെ കൂടെ ജിത്തൂട്ട് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ എടുത്ത് പാലും എടുത്തിട്ട് പായിൽ കിടത്തിയിട്ട് പതുക്കെ പോവാണ്. കട്ടിലിൽ കിടത്താൻ പറ്റത്തില്ല, കാരണം ഉരുണ്ട് തറയിൽ വീഴും കേട്ടോ. അതുകൊണ്ട് കിടത്തിയിട്ട് പായി കിടത്തിയിട്ട് അടുക്കളയിട്ട് പോയപ്പോൾ കരച്ചിട്ട് തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും ജിത്തുക്കുട്ടനെ എടുത്തുകൊണ്ട് വന്ന് ചായയൊക്കെ ഇടുവാണ്. അപ്പോഴത്തേക്കും സൈഷേട്ടൻ എഴുന്നേറ്റ് സൈഷേട്ടൻ്റെ ജിത്തുക്കുട്ടനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തലേന്ന് നമ്മൾ ബീഫ് എടുത്തായിരുന്നു ശനിയാഴ്ച. കൈക്കുഞ്ഞുങ്ങളിലെ എല്ലാ അമ്മയുടെ അവസ്ഥ ഇത് തന്നെയാണ്. കഴിക്കാനും പറ്റില്ല, നമുക്ക് ഒരു ഫ്രീഡം കാണില്ല, ഒരു തടവറയിൽ പെട്ടണക്കാണ്. ഒരു 3 വയസ്സ് വരെ എത്തി കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ റൂമൊക്കെ തൂത്ത് വൃത്തിയാക്കുവാണ്. പിന്നെ ഇപ്പം ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി ഞാൻ തുടയ്ക്കും. കാരണം എന്ന് വെച്ചാൽ ജിത്തുക്കുട്ടിന് ഇപ്പോൾ 9 മാസം തുടങ്ങി എഴഞ്ഞൊക്കെ പഠിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കയറി അങ്ങ് ഇറങ്ങി അങ്ങ് നടക്കുവാണ് ആൾ. മോന് ഉറങ്ങുമ്പോഴാണ് ഞാൻ തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അവനെ ഇപ്പോൾ ഉറങ്ങുവാണ്. അത് കഴിഞ്ഞ് ഉണരുന്നതിന് മുമ്പേ അവനൊക്കെയുള്ള കുറുക്കൊക്കെ കാച്ചി വെച്ചു. പിന്നെ ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചിക്കനാണ് എടുത്തത്. സൺഡേ ഏരിയയിൽ ആരും മീനൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ എല്ലാ വീടുകളിലും ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ബീഫോ എന്തെങ്കിലും ആയിരിക്കും, ഇറച്ചി എന്തെങ്കിലും എടുക്കും. അത് ഞാൻ അരിയുന്നതിൻ്റെ അമ്മയാണ് വന്നത്. അമ്മയോട് സംസാരിച്ചിട്ടാണ് ഞാൻ അരിയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ എടുത്ത് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഴിക്കാലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊരിക്കണം എന്നുള്ളൊരു മനസ്സിലൊരിതുണ്ടായിരുന്നു. കാരണം അബിക്കുട്ടനാണെങ്കിൽ ചിക്കൻ കറിയേക്കാൾ ഇഷ്ടം പൊരിച്ച ഇറച്ചിയാണ്. അതുകൊണ്ട് അബിക്കുട്ടന് വേണ്ടി ആണ് പൊരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ജിത്തുക്കുട്ട ഉറങ്ങുന്ന സമയം മാക്സിമം ജോലി ഞാൻ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പോൾ എനിക്ക് സ്പീഡ് കുറവാണ് ജോലിയൊക്കെ ചെയ്യുന്നതിന്. അവൻ ഉണരുന്നതിന് മുമ്പേ ജോലിയൊന്നും മിക്കവാറും തീർന്ന് കാണത്തില്ല. എന്നിരുന്നാലും പറ്റാവുന്നത്ര ഞാൻ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ചെയ്യാൻ നോക്കും. പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ കിടന്ന് നടക്കണം. അപ്പോൾ ഇപ്പോൾ ഇഴയുന്നത് കൊണ്ട് ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സൈഷേട്ടനാണ് മസാല പുരട്ടുന്നത്. എന്തൊക്കെയോ ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നാരങ്ങ നീരും സ്പെഷ്യലായിട്ട് അരിപ്പൊടിയൊക്കെ ചേർത്താണ് വരവുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കാലിട്ടിട്ടുണ്ട്. ഇത് അബിക്കുട്ടന് കൊടുക്കാനാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ചിക്കൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയൊക്കെ തൂവി കൊടുത്തു കേട്ടോ, ഒത്തിരി മണത്തിന് വേണ്ടിയൊക്കെ. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കിയത് നമ്മൾ രാത്രിത്തേക്ക് പൊരിക്കാനാണ്. പിന്നെ അതിൻ്റെ കൂടെ സലാഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ തണുപ്പ് ആവാനായിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഇതേ സൈഷേട്ടനാണെങ്കിൽ രാത്രി പൊരിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് വെച്ചാൽ ഫ്രഷായിട്ട് തന്നെ ചൂടോടെ പൊരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് മീൻ മേടിച്ചാലും അങ്ങനെ തന്നെയാണ്, രാത്രിത്തേക്കും മാറ്റി വയ്ക്കും, രാത്രിയാണ് പൊരിക്കുന്നത് എടുത്ത് കേട്ടോ. അങ്ങനെ ചിക്കൻ വറുക്കുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകി, അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് ആ സമയം കൊണ്ട് പാത്രം കൂടെ അങ്ങ് ക്ലീൻ ആക്കുവാണ്. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ റെഡിയായി ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ സൈഷേട്ടൻ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ഞാൻ ഇലയിലൊന്നുമില്ല കഴിച്ചേട്ടോ, ഞാൻ പാത്രത്തിലാണ് കഴിച്ചത്. സൈഷേട്ടനും ആബിക്കുട്ടനൊക്കെ ഇലയിലാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആവാറായി ചോറ് കഴിച്ചപ്പോൾ. ജിത്തുക്കുട്ടന് കുവര കൊടുത്തു, സൈഷേട്ടനും ആബിക്കുട്ടനും ചോറെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 2 മണി കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ജിത്തുക്കുട്ട ഉറക്കമായി. അപ്പോൾ ഞാൻ സമാധാനത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ആൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ എന്നെ കഴിക്കാൻ വിടത്തേ ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അവനെ വെച്ചിട്ട്. പറ്റാവുന്ന സമയമൊക്കെ വീഡിയോ പിടിക്കാൻ നോക്കും. പിന്നെ ആബിക്കുട്ടനെ വിളിച്ചിട്ട് ചിക്കൻ കാല് കഴിപ്പിക്കണം. അവൻ ചോറ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ചിക്കൻ കാല് കൊടുക്കുവാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു വക കഴിക്കത്തില്ല കേട്ടോ, ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ഒന്നും കഴിക്കത്തില്ല. ഫുള്ള് ബേക്കറിയാണ്. അതാണ് ഈ കോലായിട്ടിരിക്കുന്നത്. നല്ല ഗുണ്ടുമണി പോലെ ഇരുന്ന ആളാണ് ഇപ്പോൾ ഈ കോലത്തിൽ വന്നത് കേട്ടോ. ആബിക്കുട്ടൻ്റെ ചെറിയ പ്രായത്തിൽ ഇതേ ജിത്തുക്കുട്ടനെ പോലെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ജിത്തുക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെഷീനിൽ കുറച്ച് തുണി ഇട്ടായിരുന്നു. അങ്ങനെ അത് വിരിച്ചിടണം. ഞാൻ എൻ്റെയും സൈഷേട്ടൻ്റെയും അബിക്കുട്ടൻ്റെയും തുണി മെഷീനിൽ ഇടും. ബാക്കി ജിത്തുക്കുട്ടൻ്റെ തുണി മാത്രം ഞാൻ കല്ലിൽ കഴുകാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വലിയ എന്താ പറയുക, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല, വലിയ വെയിറ്റൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ തുണികളും കഴുകായിരുന്നു ഞാൻ പെട്ടുപോകും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പോയി കുളിച്ചിട്ട് ഇനി വിളക്കെത്തിക്കാൻ പോകണം. ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ വീട്ടിൻ്റെ പൂജാ റൂമിന് അടുത്തുള്ള വാഴത്തോട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിച്ചത്. അങ്ങനെ ഇതേ വിളക്കൊക്കെ കത്തിച്ചു. 6 മണി കഴിഞ്ഞ് ഒരു 6:30 വെച്ച് ഞാൻ വിളക്ക് കത്തിക്കും. പിന്നെ നമ്മൾ 4 പേരും വന്ന് വിളക്ക് കത്തിച്ച് തൊഴുതിന് ശേഷം അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിച്ചത് കേട്ടോ. അല്ലെങ്കിൽ കണ്ട വഴക്ക് പറയും ഇങ്ങനെ വിളക്കിലൊക്കെ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ സൈഷേട്ടൻ അമ്പലത്തിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ഇതേത് കുഞ്ഞ് പൂജാരി ഉണ്ട് എഴുന്നിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ ഉച്ചയ്ക്ക് സൈഷേട്ടനാണെങ്കിൽ മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജിത്തുക്കുട്ടിന് വേണ്ടിയാണ് മേടിച്ചത്. അപ്പോൾ കുറച്ചേ കഴിച്ചോളൂ ജിത്തുക്കുട്ടെ. അപ്പോൾ നമ്മൾ ചായക്ക് വേണ്ടി മധുരക്കിഴങ്ങാണ് എടുത്തത്. അങ്ങനെ ചായയും മധുരക്കിഴങ്ങുമായിട്ട് കഴിക്കുവാണ്. ശേഷം രാത്രി ഒരു 7:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻസ് ചിക്കൻ എടുത്ത് വറുത്തു. പിന്നെ ചിക്കൻ കറി ചൂടാക്കി ചോറ് കഴിച്ചു, പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്